കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പുരുഷൻ ആധിപത്യം അല്ലെങ്കിൽ പുരുഷന് വേണ്ടിയിട്ടൊരു സിനിമ എന്ന് തോന്നുന്നുണ്ടോ ഈ സിനിമ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ ആയിട്ട് ഇപ്പോഴുള്ള സിനിമകളിൽ ഇതിൻ്റെ ഒരു ഷെയ്ഡ്സ് പറഞ്ഞു വെക്കുന്നുണ്ട്. പൊന്മാനിലൊക്കെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഷെയ്ഡ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു പുരുഷന്മാർക്ക് വേണ്ടി ഇങ്ങനെ എലാബറേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ആദ്യത്തെ സിനിമ. നമ്മൾ IFFKയിലൊക്കെ സ്ത്രീകളുടെ സിനിമകൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. അങ്ങനെ സിനിമ വളരെ പുരുഷന്മാരുടെ സിനിമ ഒരു സെക്കൻഡ് പുരുഷന്മാരുടെ സിനിമ വളരെ കുറവാണ്. സ്ത്രീകളുടെ ഒരു പ്രശ്നങ്ങളില്ല, ഒരുപാട് രീതിയിൽ പല രീതിയിലുള്ള പെർസ്പെക്റ്റീവ് ചർച്ച ചെയ്യുന്ന ഒരുപാട് ഫിലിംസ് വന്നിട്ടുണ്ട്. പക്ഷെ പുരുഷന്റെ പോയിന്റ് ഓഫ് വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് അപൂർവ ഫിലിമുകൾ വന്നിട്ടുള്ളൂ. അങ്ങനെ പേര് പറയുന്ന എനിക്ക് നിലവിൽ ഓർമ്മയില്ല, ഇനി വന്നിട്ടുള്ള അറിയുപോലും ആ രീതിയിലാണ്, വളരെ വിരളമാണ്. അപ്പൊ അതിലൊരു ഇങ്ങനത്തെ ഒരു ഫിലിം വരുമ്പോൾ അത് ചൂസ് ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. അങ്ങനെ ഒരു സബ്ജക്റ്റ് തന്നെയാണ് ചൂസ് ചെയ്യാനുള്ള കാരണം അതിന് വേണ്ടിയിട്ട് ഒരു സിനിമ വേണമല്ലോ. കാരണം ഒരു പക്ഷം മാത്രം സംസാരിക്കുന്ന സിനിമ മാത്രം ഇറങ്ങാൻ പോരല്ലോ. രണ്ട് ഭാഗത്ത് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടുള്ള സിനിമകൾ വേണം. അതന്നെയാണ് സബ്ജക്റ്റ്. ആരും മോശക്കാരാക്കുന്നില്ലല്ലോ. അതെ, ആരും മോശക്കാര സ്ത്രീകളെ ആക്കിയിട്ടുള്ള ഒരു ഫിലിമൊന്നുമല്ല. പക്ഷേ ഇതിന്റെ ഒരു പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയുന്നു. അത് നല്ല രീതിയിൽ തന്നെ തുറന്ന് പറയുന്നു, അല്ലാതെ മോശമാക്കിയിട്ടൊന്നും പറയുന്നൊന്നുമില്ല.